നിഗൂഢത നിറഞ്ഞ എക്സാലോജിക് ഇടപാടിലെ കേന്ദ്ര സർക്കാർ നിലപാടിൽ ഹൈക്കോടതിക്ക് കടുത്ത അതിർത്തി. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷന്റെ അന്വേഷണം വേണമോ എന്നതിൽ നിലപാട് വ്യക്തമാക്കാത്തതിലാണ് കോടതി അതിർത്തി അറിയിച്ചത്. നിലപാടറിയിക്കാൻ 2 ആഴ്ച വേണമെന്ന് കേന്ദ്ര സർക്കാർ. പ്രദീപ് ജോസഫ് കൊച്ചിയിൽ നിന്നും ഇന്നത്തെ കോടതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായി എന്ന് വിശദീകരിക്കാൻ ചേരുന്നുണ്ട്. പ്രദീപ്, എങ്ങനെയാണ് ഈ കേസ് പരിഗണിച്ചത് കോടതി? അതിനുശേഷം കേന്ദ്ര സർക്കാർ ഈ SFIO ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട പരാതിക്കാരന്റെ ആവശ്യത്തിൽ നിലപാട് ഏത് രീതിയിലാണ് വൈകിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതും കടുത്ത അതൃപ്തി കോടതി ഏത് രീതിയിലാണ് പ്രകടിപ്പിച്ചത്? മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയും CMRലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് PC ജോർജിന്റെ മകനും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞയാഴ്ച ഈ ഹർജി പരിഗണിക്കവെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ആവശ്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. ഇന്ന് വീണ്ടും കേസ് പരിഗണിക്കാനായി മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് വീണ്ടും കേസ് പരിഗണിച്ചപ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടി കേന്ദ്ര സർക്കാർ നൽകാൻ തയ്യാറായില്ല. ഇതോടുകൂടിയാണ് കേന്ദ്ര സർക്കാരിനെ കോടതി വിമർശിച്ചത്. കോടതി അങ്ങേയറ്റം ലോജിക്കായാണ് ഈ കേസിനെ കാണുന്നത് എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി. എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഒരു നിലപാട് അറിയിക്കാൻ കഴിയാത്തത് എന്നും കോടതി ചോദിക്കുകയുണ്ടായി. ഈ സാഹചര്യത്തിലാണ് 2 ആഴ്ച കൂടി സമയം നിലപാട് അറിയിക്കാൻ വേണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത്. അങ്ങനെ 12-ാം തീയതിയിലേക്ക് കേസ് മാറ്റിവെക്കുകയായിരുന്നു. അതേസമയം കോടതിയുടെ ഭാഗത്ത് നിന്ന് സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലുള്ള നടപടികൾ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു വാദം കൂടി കേന്ദ്ര സർക്കാർ ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ തുടർ അന്വേഷണങ്ങൾ ഒന്നും തന്നെ ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് KSIDC ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. CMRലും ഏതാണ്ട് സമാനമായ നിലപാടുകൾ തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. അതേസമയം 12-ാം തീയതി കേസ് പരിഗണിക്കുമ്പോൾ നിശ്ചയമായും കേന്ദ്ര സർക്കാർ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കേണ്ടതായി വരും. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുകയാണ് എങ്കിൽ വിവിധ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് ഫലം ചെയ്യും എന്ന് തന്നെയാണ് ഹർജിക്കാർ കണക്ക് കൂട്ടുന്നത്. കാരണം അതിൽ ED ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളിലെ ഉദ്യോഗസ്ഥർ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ സംഘത്തിലുണ്ടാവാം. അങ്ങനെ വരുമ്പോൾ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിന്റെ ഫലം തന്നെ ചെയ്യും എന്ന് കണക്ക് കൂട്ടുകയും ചെയ്യുന്നു. ശരി, പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ ഇന്ന് കോടതിയിൽ നടന്നതുമായി ബന്ധപ്പെട്ട് വിവരിച്ചത്. അങ്ങനെ കോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുകയാണ്. SFIO ഇൻവെസ്റ്റിഗേഷനിൽ ഒളിച്ചു കളിക്കുന്ന തരത്തിലേക്കാണോ സാഹചര്യങ്ങൾ പോകുന്നത് എന്നൊക്കെ നമ്മൾക്ക് വിശദമായി പരിശോധിക്കണം. പരാതിക്കാരനായ ഷോൺ ജോർജ് ഉണ്ട്, റെജി ലൂക്കോസ് ഇടത് സഹയാത്രികൻ നമ്മോടൊപ്പം തത്സമയം ചേരും. ഷോൺ ജോർജ് ചേരുന്നുണ്ട്. ആദ്യം ഷോണ്, വളരെ ഗുരുതരമായ ഒരു സാഹചര്യങ്ങളിലേക്ക് ഓരോ ഘട്ടങ്ങൾ പിന്നിടുമ്പോഴും ഈ കേസ് പോവുകയാണോ? കാരണം ഇതിലെ പരാതിക്കാരനാണ് ഷോൺ ജോർജ്. ഇന്ന് കോടതിയിലേക്ക് ഈ വിഷയം എത്തുമ്പോൾ ഈ SFIO ഇൻവെസ്റ്റിഗേഷൻ, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ ആ വകുപ്പ് അല്ലെങ്കിൽ ആ ഏജൻസി തന്നെ അന്വേഷിക്കണം എന്ന ആവശ്യമാണ് പരാതിക്കാരനായി താങ്കൾ മുന്നോട്ട് വെച്ചത്. ഇതിൽ തീർച്ചയായും കേന്ദ്ര സർക്കാരാണ് നിലപാട് വ്യക്തമാക്കേണ്ടത്. കാരണം കേന്ദ്രത്തിന്റെ കമ്പനികാര്യ മന്ത്രാലയം ഇതിലൊരു അന്വേഷണം നടത്തുമ്പോൾ അത് കോടതിയിലേക്ക് ഇത് ഒരു നിയമതലത്തിൽ വരുമ്പോൾ അത് വിവരങ്ങൾ അറിയിക്കേണ്ട ബാധ്യത കേന്ദ്ര സർക്കാരിനാണ്. കേന്ദ്രം ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണോ അതോ മറ്റെന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? താങ്കൾ എന്താണ് കോടതിയുടെ നിരീക്ഷണങ്ങളൊക്കെ വെച്ച് മനസ്സിലാക്കുമ്പോൾ, ഇത് കേട്ടതാണ് കോടതിയുടെ നിരീക്ഷണങ്ങളൊക്കെ, ഈ വക്കാലുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ താങ്കൾ എന്താണ് സംശയിക്കുന്നത്, മനസ്സിലാക്കുന്നത്? എൻക്വയറിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം ഇതിന്മേൽ ഒരു ഉത്തരവ്, ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ അന്വേഷണം ROCയുടെ റിപ്പോർട്ടിന്മേലാണ് ആ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ റിപ്പോർട്ട് കോടതിയിലേക്ക് കോൾ ഫോർ ചെയ്യണമെന്നുള്ള ആണ് ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ആ ഇൻട്രീം ആപ്ലിക്കേഷനിൽ കൗണ്ടർ ഫയൽ ചെയ്യാനുള്ള അവസരം 1 മുതൽ 4 വരെയുള്ള പ്രതികൾക്ക് ഇന്ന് കോടതി അനുവദിച്ചു. സ്വാഭാവികമായും എൻ്റെ ആവശ്യമെന്ന് പറയുന്നത് നമുക്ക് ആ ROCയുടെ റിപ്പോർട്ട് ചാനലുകൾ വഴി, നിങ്ങളൊക്കെ വഴി ഞങ്ങൾ കണ്ടതല്ലാതെ ആ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ആരും കണ്ടിട്ടില്ല. ആ റിപ്പോർട്ട് കോടതിയിൽ വന്നാൽ മാത്രമേ യഥാർത്ഥത്തിൽ ROCയുടെ റിപ്പോർട്ടിലെ പരാമർശങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായി അറിയാൻ കഴിയും. ആ ROC ഇപ്പോൾ ചാനലുകൾ വഴി നമുക്ക് ഇങ്ങനെ പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ അതിനകത്ത് ഈ കമ്പനികൾ സെക്ഷൻ 447 അനുസരിച്ചുള്ള കുറ്റം ചെയ്തതായി നമുക്ക് ആ റിപ്പോർട്ടിൽ കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഇതിന് സെക്ഷൻ 212 അനുസരിച്ച് ഉള്ള SFI അന്വേഷണം മാത്രമേ സാധിക്കൂ എന്നുള്ളത് കമ്പനീസ് ആക്ട് പ്രകാരം വ്യക്തമാണ്.
അതാണ് ഞാൻ ആവശ്യപ്പെട്ടത്. ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകരോട് കഴിഞ്ഞ സിറ്റിങ്ങിൽ കോടതി ആവശ്യപ്പെട്ടത് ഇന്ന് അവരോട് റിപ്പോർട്ട് സമർപ്പിക്കാനും SFI അന്വേഷണം സംബന്ധിച്ച് അവരുടെ നിലപാട് വ്യക്തമാക്കാനുമാണ് അവരോട് ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ എൻക്വയറി റിപ്പോർട്ട് അവർ കോടതിയിൽ ഇന്ന് രേഖാമൂലം സമർപ്പിച്ചു. ഇത് SFI അന്വേഷണം സംബന്ധിച്ച് അന്നത്തെ കോടതി ഉത്തരവിന് അവർ 2 ആഴ്ച കൂടി കൂടുതൽ സമയം ചോദിക്കുകയാണ് ഉണ്ടായത്. തീർച്ചയായും ഷോണ്, നമുക്കറിയാം ഒരു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഏജൻസിയുടെ പരിധികളൊക്കെ നമുക്ക് വ്യക്തമാണ്, എത്രത്തോളം വിപുലമായ സംവിധാനമാണ്. അതേസമയം ഇപ്പോൾ നിലവിലൊരു അന്വേഷണം ഒരു കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാകുമ്പോൾ ഒരു കമ്പനിയുടെ അകത്ത് നടക്കുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള പരിമിതികളൊക്കെ തന്നെ, അതാണ് ROC ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഒക്കെ നടത്തിയ പരിശോധനയ്ക്ക് അപ്പുറത്തേക്ക് വിപുലമായ ഒരു തലം ഉണ്ടാവുകയാണ്. ഈ കേസിൽ ഒരുപാട് കണ്ണികൾ ഒരു മുഖ്യമന്ത്രിയുടെ മകളിലേക്കോ അല്ലെങ്കിൽ ഒരു എക്സാലോജി കമ്പനിയിലേക്കോ മാത്രം ഒതുങ്ങുന്നതല്ല. അങ്ങനെ വിപുലമായ ഒരു സീരിയസ് ഫ്രോഡ് അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് ഫ്രോഡ് നടന്ന, ഫിനാൻഷ്യൽ ഫ്രോഡ് നടന്ന ഒരു കേസാണിത്. ആ നിലയ്ക്കുള്ള ഒരു അന്വേഷണത്തെ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ വൈകിപ്പിക്കുക? ഒരു വ്യക്തമായൊരു മറുപടി ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സംവിധാനങ്ങൾക്കോ അഭിഭാഷകനോ പറയാൻ കഴിയാതെ പോകുന്നത്? ഞാൻ മനസ്സിലാക്കുന്ന ഒരു പരാതിക്കാരൻ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത് ഒരു നിസ്സാരമായ കേസല്ല. കേരളത്തിലെ ഏറ്റവും അധികം രാഷ്ട്രീയ കോളൽക്കം സൃഷ്ടിക്കുന്ന ഒരു കേസാണ്. അതിനെ എടുത്തുചാടി ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ തീർച്ചയായിട്ടും അതിന് വലിയ രാഷ്ട്രീയപരമായ വലിയ മാനങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായി മാത്രമാണ് ഈ വിഷയത്തെ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നതെന്നാണ് ഞാൻ ഈ കാര്യത്തിൽ വിശ്വസിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ തന്നെ രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള വലിയ ആക്ഷേപം ശ്രീ റെജി ലൂക്കോസും ഷോണും ഒന്ന് ദയവായി. മാസപ്പടി കേസിലെ SFIO അന്വേഷണത്തിൽ നിലപാടറിയിക്കാതെ കേന്ദ്ര സർക്കാർ, ഹൈക്കോടതിക്ക് കടുത്ത അതൃപ്തി. ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ ഷോൺ ജോർജ്, നമ്മൾ പറഞ്ഞ് ചർച്ചയിൽ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇടയ്ക്കൊരു വാർത്ത വന്നത്, അതുകൊണ്ടാണ് അതിലേക്ക് പോകേണ്ടി വന്നത്. ശ്രീ ഷോൺ, ഇവിടെ ഇപ്പോൾ നിലവിലെ ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം മാത്രം മതി, അതാണ് നിലവിലെ അന്വേഷണം, അതിലാണ് തൃപ്തികരം, അതല്ല മറ്റൊരു അന്വേഷണ ഏജൻസി ഇപ്പോൾ ഏൽപ്പിക്കേണ്ടതില്ല എന്ന് സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനമായ KSIDC കൂടി ഒരു സ്റ്റാൻഡ് അഡമൻ്റായിട്ടാണോ കോടതിയിൽ എടുത്തത്? അതങ്ങനെയെങ്കിൽ വളരെ ഗൗരവമേറിയൊരു വിഷയമല്ലേ ശ്രീ ഷോൺ? ഷോണ് കേൾക്കാമെങ്കിൽ KSIDC എടുത്ത നിലപാട്, ആ സ്റ്റാൻഡാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം അവിടെ കരിമണൽ കമ്പനി സ്വാഭാവികമായും അങ്ങനെ നിലപാടെടുക്കുമ്പോൾ KSIDC ഇങ്ങനെ മറ്റൊരു അന്വേഷണം വേണ്ട, ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസിലെ നിലവിലെ ആ ഒരു അന്വേഷണത്തിൽ തൃപ്തികരമാണ് എന്ന നിലപാടെടുക്കുന്നതിൽ മറ്റെന്തെങ്കിലും സംശയിക്കുന്നോ താങ്കൾ? സ്വാഭാവികമായും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന KSIDCക്ക് ആ നിലപാടല്ലേ സ്വീകരിക്കാൻ കഴിയുള്ളൂ. അവർക്കെതിരെ SFIയുടെ അന്വേഷണം വരുമ്പോൾ, അതും ക്രിമിനൽ സൈഡിൽ വിവിധ കുറ്റങ്ങൾ ആരോപിച്ചിട്ടുള്ള ഒരു അന്വേഷണം വരുമ്പോൾ KSIDCയുടെ പ്രതികരിക്കുന്ന ധാരാളം ഉദ്യോഗസ്ഥർ, CMRLൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിരുന്ന CMRLൻ്റെ ഡയറക്ടർ ബോർഡെ പ്രതികരിച്ചിട്ട് മുഴുവൻ ഉദ്യോഗസ്ഥരും സമാധാനം പറയേണ്ടി വരും. അപ്പം വീണയുമായി കരാറുണ്ടാക്കിയ സമയത്ത് CMRLൻ്റെ ഡയറക്ടർ ബോർഡിൽ KSIDC ഉണ്ട്. ആ ഡയറക്ടർ ബോർഡ് റിലേറ്റഡ് കമ്പനി എന്ന നിലയിൽ ആ ഡയറക്ടർ ബോർഡിൻ്റെ തീരുമാനം ഉണ്ടാകണമായിരുന്നു. ആ തീരുമാനം ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ആ തീരുമാനത്തെ സംബന്ധിച്ച് ഡയറക്ടർ ബോർഡ് അറിഞ്ഞിട്ടില്ല, KSIDC ഡയറക്ടർമാർ അറിഞ്ഞിട്ടില്ല. അതിന് 1 ലക്ഷം രൂപ ഈ ഡയറക്ടർ ബോർഡിൽ ഇരിക്കുന്നവർ അതിന് CMRൽ നിന്നും കൃത്യമായ റെമ്യൂണറേഷൻ മേടിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഇത്തരത്തിലൊരു അന്വേഷണത്തെ KSIDC എതിർക്കുന്നതിന് ഞാൻ ഒരിക്കലും അത്ഭുതപ്പെടുന്നില്ല. പക്ഷെ അത്ഭുതപ്പെടുന്നില്ലെങ്കിലും നമുക്ക് അതവർ വീണ്ടും ഈ ആരോപണ മുനയിലേക്ക്, ആ ആരോപണ മുന കൂടുകയാണ്. കാരണം നമുക്ക് സ്വാഭാവികമായിട്ടും ഇതിൽ നെല്ലും പതിരുമൊക്കെ തിരിഞ്ഞുകൊണ്ട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അങ്ങനെ ഒരു റിസൾട്ട്, ഒരു മെറിറ്റിലേക്ക് പോകണമെങ്കിൽ ഇതൊക്കെ അറിയേണ്ട ബാധ്യത കൂടി ആ സംവിധാനത്തിനുണ്ട്. അപ്പോൾ ഇന്നത്തെ നിലപാട് പോലും ആ സംശയത്തിൻ്റെ ആക്കം വർദ്ധിക്കുകയാണ്. ശ്രീ ഷോൺ, ഒരു കാര്യം, ഈ നേരത്തെ പലരും പറഞ്ഞതുപോലെ ഷോൺ പോലും പറഞ്ഞ് ഇതൊക്കെ അമിത ആത്മവിശ്വാസം ഒന്നുമില്ല എന്ന് കുഴൽനാടൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ സംശയിക്കപ്പെടേണ്ടി വരികയാണോ? കാരണം ഇത് നിലവിലെ ഒരു സമിതിയുടെ അന്വേഷണം, അതിൻ്റെ ഡെഡ് ലൈൻ 4 മാസമാണ്, അല്ല അതിനകത്ത് അതൊക്കെ എവിടെ വരെ പോകും, എന്തൊക്കെ അതിൻ്റെ പരിധികളുണ്ട്, അതിൻ്റെ പരിമിതികളുണ്ട്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ കേന്ദ്രത്തിന് ഇക്കാര്യത്തിലൊരു ബോധ്യം വരാതെ പോകുന്നത് കുറച്ചുകൂടി ആഴത്തിലേക്ക്? കാരണം ഇതൊരു കേന്ദ്ര SFIO എന്ന് പറയുമ്പോൾ അതിലൊരു കേന്ദ്ര ഏജൻസിയുടെ നിലവാരത്തിലേക്ക് വരികയാണ്. അപ്പോൾ കാര്യങ്ങൾ ഇഴകീറി പരിശോധിക്കാം, മറ്റൊരു തരത്തിലുള്ള ഒരു നെഗറ്റീവ് ആസ്പെക്റ്റും അവിടെ നേരിടേണ്ടി വരുന്നുമില്ല.
അങ്ങനെയെങ്കിൽ എന്താണ് ഇനി അടുത്ത തവണ ഇനി കേസ് പരിഗണിക്കുമ്പോൾ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിലുള്ള ഒരു നിലപാട്, അല്ലെങ്കിൽ പരാതിക്കാരന് വേണ്ടി വരുന്ന അല്ലെങ്കിൽ പരാതിക്കാരൻ ഉന്നയിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടിലേക്ക് എത്തുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് മാത്യു കുഴൽനാടനോട് പറഞ്ഞതിന് എതിരഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ഈ കേസ് എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ കഴിയും എന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസം എനിക്ക് ഇപ്പോഴുമുണ്ട്. ഇന്നും ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ഇതിന് ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വരുന്നു. ഇതെല്ലാം ഡിജിറ്റൽ എവിഡൻസുകളാണ്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു ആരോപണം വരുമ്പോൾ ആ ആരോപണത്തിനെ മുഖ്യമന്ത്രി സ്വാഗതം ചെയ്യും. ഇത് കൃത്യമായി മുഖ്യമന്ത്രിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ആരോപണമാണ്. മുഖ്യമന്ത്രി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു ആരോപണമാണ്. ഇപ്പോൾ ശരിയാണ്, ഇപ്പോൾ പ്രഥമ ദൃഷ്ടിയെ നോക്കിയാൽ എക്സാലോജിക്കും വീണ വിജയനും CMRലും KSIDCയുമാണ് പ്രതിയെങ്കിൽ ഇത് മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ പ്രതി എന്നാണ് ഞാൻ ആരോപിക്കുന്നത്. എൻ്റെ ഉത്തമമായ വിശ്വാസവും എൻ്റെ ബോധ്യവും മുഖ്യമന്ത്രിയാണ് ഇതിനകത്തെ മുഖ്യമായ കുറ്റക്കാരൻ. അങ്ങനെ നിൽക്കുന്നൊരു കേസിൽ എൻ്റെ മടിയിൽ കനമുള്ളവരെ പേടിക്കാനുള്ളതെന്ന് നാഴികയ്ക്ക് 40 തൊട്ട് നിയമസഭയിലും പുറത്തും പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്തുകൂടാ? SFI അല്ല, ലോകത്ത് ആരന്വേഷിച്ചാലും കുറ്റക്കാരനല്ലാത്ത ഒരാൾക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കാൻ പറ്റും? ഏത് ഏജൻസിക്ക് എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും? അപ്പോൾ ഒളിക്കാനുണ്ട് ധാരാളം. ഞാൻ പറഞ്ഞില്ല, ഇന്നലെ തന്നെ എംപവർ ഇന്ത്യ എന്ന് പറയുന്ന NBFCയിൽ നിന്നും നോൺ ബിനാനിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും 77 ലക്ഷം രൂപയ്ക്ക് അടുത്ത് എക്സാലോജി കമ്പനി എൻട്രി വന്നിട്ടുണ്ട്. ആ എൻട്രി എവിടെ? ആ എൻട്രിയെ സംബന്ധിച്ച് എന്തിനാണ് ഈ പൈസയുടെ ഇടപാടുകൾ നടന്നിട്ടുള്ളത്? ആ പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇതൊക്കെ അന്വേഷണ പരിധിയിൽ വരുമ്പോൾ മാത്രമല്ല, ആ കമ്പനി ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. ആ കമ്പനിയുടെ പേര് എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പേര് എംപവർ എൻ്റർപ്രൈസസ് എന്നാക്കി മാറ്റി. ഏതാ? വേറെ ആരും സെർച്ച് ചെയ്താൽ കിട്ടരുത്. എന്നിട്ടും ഇത് പേടിച്ചിട്ട് ഈ അന്വേഷണം നടന്ന, അതായത് നമ്മുടെ ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെയും ഒക്കെ റിപ്പോർട്ട് വരുന്ന കാലഘട്ടത്തിൽ, ആ അന്വേഷണം നടന്ന കാലഘട്ടത്തിൽ റിസർവ് ബാങ്കിന് ആപ്ലിക്കേഷൻ കൊടുത്ത കമ്പനിയുടെ ലൈസൻസ് അവർ ഈ കർത്താടേയും കുടുംബത്തിൻ്റെയും പേരിലുള്ള കമ്പനിയുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതൊന്നും കള്ളത്തരം ഇല്ലാഞ്ഞിട്ടാണോ? ഞാനൊരു ഒറ്റ കാര്യം ചോദിച്ചിട്ടുണ്ട്. ഈ അഴിമതി നടന്നു എന്ന് വ്യക്തമാണ്, എല്ലാവർക്കും വ്യക്തമാണ്. അത് ട്യൂട്ടൻ അനുസരിച്ചുള്ള കമ്പനീസ് ആക്ട് പ്രകാരം അഴിമതി എന്ന് പറയുന്ന കാര്യം അവിടെ അന്വേഷിക്കാൻ കഴിയില്ല. കമ്പനിക്കുള്ളിലെ തിരിമറി മാത്രം അന്വേഷിക്കാൻ കഴിയൂ. അപ്പോ ഞാൻ ആവശ്യപ്പെടുന്ന SFI അന്വേഷണം ഒരു തെറ്റാണോ? വളരെ വ്യക്തമാണ്. എന്തായാലും അനുദിനം ഓരോ ഘട്ടങ്ങൾ പിന്നിടുമ്പോഴും ഈ കേസിന്റെ ഗതിവിഗതികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സംശയത്തിലേക്ക് കൂടുതൽ പോവുകയാണ്. ഷോണ് ഇടപെടേണ്ടി വരുന്നത് നമ്മൾ മറ്റൊരു വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ ലോട്ടറി ഭാഗ്യവാനെ തിരയുന്ന ഒരു തിരക്കിലാണ് കേരളം ഉള്ളത്. ആ വാർത്തയിലേക്ക് പോകേണ്ടതുകൊണ്ടാണ്. എന്തായാലും വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിച്ചു. വളരെ നന്ദി ഷോൺ ജോർജിനും ഒപ്പം തന്നെ റെജി ലൂക്കോസ്